അത് കഴിഞ്ഞ് 1900 മാക്സ് പ്ലാങ്ക് ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയും. ആ റേഡിയേഷൻ ഡിസ്ക്രീറ്റ് ആണ്, ഒരു കണ്ടിന്യൂസ് അല്ല. നോക്കൂ നിങ്ങൾ, വളരെ സങ്കീർണമായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പല സിറ്റുവേഷൻസിലെയും ബിഹേവിയറും മറ്റും എടുത്തിട്ട് നമ്മൾ ഒരുപാട് ട്രോൾ വീഡിയോസൊക്കെ ഉണ്ടാക്കാറുണ്ട്, അത് കാണാറുമുണ്ട്. ആക്ച്വലി നല്ല ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ, IQ ഉള്ള ആളുകൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. റോബർട്ട് ജെ സ്റ്റേൺബർഗ് എന്ന് പറയുന്ന റിസർച്ചർ, അദ്ദേഹം തിയറി ഓഫ് സക്സസ്ഫുൾ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇൻ്റലിജൻസ് എന്നുള്ളത് അത് ഏകശിലാത്മകമായിട്ടുള്ള മോണോലിത്തിക് ആയിട്ടുള്ളൊരു കാര്യമല്ല, നേരെ മറിച്ച് അതിൽ 3 കോമ്പണൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തേത് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്. ഈ അനലിറ്റിക്കൽ ഇൻ്റലിജൻസിനെയാണ് നമ്മൾ സാധാരണ IQ എന്നൊക്കെ പറയുക. നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ പരീക്ഷകളിൽ കാര്യമായി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ IQ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് നമ്മൾ സാധാരണ ബുദ്ധി എന്നുള്ളത് നമ്മൾ വിളിക്കാറുള്ളത് ഈ IQ-നെയാണ്. പക്ഷേ ഈ IQ മാത്രമാണോ പ്രധാനം? അല്ല എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? രണ്ടാമത്തേത് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നുള്ളത് പുതിയ ഐഡിയകൾ ജനറേറ്റ് ചെയ്യുക, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യത്തെ പുതിയ രീതികളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നുള്ളതെല്ലാം ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ഇതൊരാളുടെ ഒരു കരിയർ പ്രോഗ്രഷനെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ലൈഫിലെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നുള്ളത്. എന്നാൽ മൂന്നാമതൊന്നുകൂടിയുണ്ട്, ഇതാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. ഇതാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിന് ടാസിറ്റ് നോളജ് എന്ന് വിളിക്കും. അതായത് നമ്മളിത് എവിടെയും എഴുതി വെച്ചതോ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചതോ ആയിട്ടുള്ള ഒരു നോളജ് അല്ല, പക്ഷേ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ എല്ലാം നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരുപാട് നോളജ് ഉണ്ട്. ആ നോളജ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നിടത്ത്, പുതിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നിടത്ത്, അത് അപ്രോച്ച് ചെയ്യുന്നിടത്ത്, മേ ബി ഒരു ഡിഗ്രി അപ്ലിക്കേഷൻ കൊടുക്കുന്നിടത്ത്, ഒരു ജോലിയിൽ പെർഫോം ചെയ്യുന്നിടത്ത്, നമ്മുടെ ടീംമേറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നിടത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി ഈ പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കൂടി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ കേവലം ഒരു IQ എന്നതിൽ അധിഷ്ഠിതമായി മാത്രമാവരുത് നമ്മുടെ ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം നൽകുന്നത്. IQ-ൻ്റെ കൂടെ തന്നെ പ്രാധാന്യമേറിയതാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നുള്ളതും അതോടൊപ്പം പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോസിൽ നമ്മൾ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് വളർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.